എല്ലാ ദിവസവും ഇരിക്കാനുള്ളൊരു മൈൻഡ് വേണം. ചില ദിവസങ്ങളിൽ വളരെ ആങ്സൈറ്റി അടിച്ച് ഡസ്റ്റായി അത്രയും ഡാർക്കായി പോകുന്ന ദിവസങ്ങളുണ്ട്. പക്ഷെ എന്നാലും വീണ്ടും പുഷ് ചെയ്ത് അടുത്ത ദിവസം വീണ്ടും വന്നിരിക്കാനുള്ള ഒരു എക്സാം ടൈമിൽ നമ്മൾ എന്തായാലും കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും, കുറച്ചുകൂടെ അഡ്രിനലിൻ റഷ് ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഡെഫിനറ്റ്ലി ബെറ്റർ ആയിട്ട് തന്നെ ആയിരിക്കും വരിക. ചെറിയൊരു ഗ്യാപ്പിൽ എന്റെ 30,000 40,000 എത്താൻ പറ്റി. പിന്നെ അതിന്റെ ശേഷം പിന്നെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ 3 മാസം ബ്രേക്ക് വന്നിട്ടുണ്ട്. പ്രാധാന്യം ഉണ്ടോന്ന് വെച്ചാൽ നമ്മളൊരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടാണ് ഏറ്റവും. അപ്പൊ മനസ്സിലാക്കേണ്ടത് അതാണ്, നിങ്ങൾ പ്രിപ്പറേഷൻ 1.5 മാസം പോകുമ്പോഴേക്ക് അതിലുള്ള എല്ലാ കണ്ടന്റും മനസ്സിലായിക്കൊള്ളുന്നില്ല. അതിങ്ങനെ പ്രോഗ്രസീവ്ലി എവരി റൗണ്ട് കഴിയുന്നതിനനുസരിച്ച് പോളിഷ്ഡ് ആൻഡ് ഇംപ്രൂവ്ഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ് അല്ലേ? സൈക്കാട്രി ചൂസ് ചെയ്ത പക്ഷേ വീട്ടുകാർ പറഞ്ഞു നിങ്ങൾക്ക് ആൾറെഡി കുറച്ച് വട്ടുണ്ട്, കുറച്ച് കൂടുപോകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ തന്നെ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഹായ് ഓൾ, നമ്മൾ കൂടെ ഉള്ളത് ശില്പയാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ഗ്രാജുവേറ്റ് ആണ് ശില്പ. ആൻഡ് ഷീ ഗോട്ട് എ വെരി ഗുഡ് INICET റാങ്ക്. ആൻഡ് ഇപ്പം എനിക്ക് തോന്നുന്നു നിംഹാൻസിലേക്ക് സൈക്കാട്രി അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ഷീ ഈസ് ഓൾസോ വെയിറ്റിംഗ് അപ്ഗ്രഡേഷൻ. എനിക്ക് തോന്നുന്നു ഡൽഹി എയിംസിലേക്ക് സൈക്കാട്രി അപ്ഗ്രഡേഷൻ കൊടുത്തിട്ടുണ്ട്. ഹലോ, ഞാൻ ശില്പ. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS കഴിഞ്ഞത്. വീട് വയനാടാണ്. ഇപ്പോൾ കറൻ്റ്ലി കോഴിക്കോടാണ് സ്റ്റേ ചെയ്യുന്നത്. 18 ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. ബാട്ടിയിൽ ലൈവ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. TND സ്റ്റുഡൻ്റ് കൂടെ ആയിരുന്നു. വാട്ട് എവർ ബി, നല്ലൊരു സൈക്കാട്രി സീറ്റ് ഇപ്പോൾ കയ്യിലുണ്ട് എന്നുള്ളതാണ്. നിംഹാൻസിൽ സൈക്കാട്രി പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം കണ്ട ഒരു ഡ്രീമാണ് തോന്നുന്നത് അല്ലേ ശില്പ? ആദ്യം മുതൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അത് അവസാനം. ഓക്കെ, INICET എങ്ങനെ ഉണ്ടായിരുന്നു? സ്കോർ റാങ്ക് എത്രയായിരുന്നു? റാങ്ക് 428 ആയിരുന്നു INICETയുടെ റാങ്ക്. ഓക്കെ, ഈ ഒരു ജേണിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മീൻസ് കഴിഞ്ഞ വർഷം എഴുതിയിട്ടുണ്ട് നീറ്റ് അല്ലേ? അതെ. എത്ര ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ നീറ്റ് സ്കോർ? അത് 30,000 ആയിരുന്നു അന്നത്തെ റാങ്ക്. അന്ന് ഒരു വർഷം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നോ? അതെ, അന്ന് ലൈവ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ വളരെ ബേസിക് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ കോളേജിൽ പഠിക്കുമ്പോൾ അത്ര ബേസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ഡൗൺ രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ തമീം സാറിന്റെ ക്ലാസ്സും അശ്വിനി സാറിന്റെ ക്ലാസ്സും അങ്ങനെ ഇവിടുത്തെ ഒരു എന്താ പറയുക ഫാക്കൽറ്റീസിന്റെ ആ ഏറ്റവും ഫൗണ്ടേഷൻ മുതലേ ഉള്ള ക്ലാസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബേസ് മുതലേ വളർത്തിയെടുത്തത്. അപ്പൊ അതിന്റെ ഒരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഇതിന്റെ പുറകെയാണ്. ഓക്കെ, ഞാൻ ആ എഫേർട്ടിൻ്റെ ഒരു ക്വാണ്ടിഫൈ ചെയ്യാൻ ചോദിക്കുന്നതാണ്. തുടക്കത്തിലൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്? ടുവേർഡ്സ് എൻഡിലേക്കൊക്കെ എത്ര ടൈം എടുക്കുമായിരുന്നു? എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യായിരുന്നു? തുടക്കത്തിൽ ക്വസ്റ്റ്യൻസ് വളരെ മോശമായിരുന്നു. എനിക്ക് ക്വസ്റ്റ്യൻസ് വളരെ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. GTS അതുപോലെ തന്നെ വളരെ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ ആദ്യം ഇങ്ങനെ നമ്മൾ റെഡി ആയിട്ടില്ലല്ലോ ക്വസ്റ്റ്യൻ ചെയ്യാൻ, ആദ്യം തിയറി പഠിച്ചിട്ടല്ലേ പിന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു തോട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു ഞാൻ സെപ്റ്റംബറിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരി മാർച്ചിലൊക്കെയാണ് ഞാൻ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അത് കഴിഞ്ഞ് എത്ര ക്വസ്റ്റ്യൻസ് പെർ ഡേ ചെയ്യുന്നുണ്ടായിരുന്നു? അന്ന് ഡെയിലി ക്വസ്റ്റ്യൻ പോലും ചെയ്യലില്ലായിരുന്നു. എന്നാലും ഒരു 50-100 ആ ഒരു റേഞ്ചിൽ ചെയ്യുന്ന ദിവസങ്ങളിലായാലും അത്രേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റിലേക്ക് എത്തിയപ്പോഴേക്കും അതൊരു 300-350 റേഞ്ചിലേക്ക് ഡെയിലി തന്നെ ക്വസ്റ്റ്യൻസ് കൊണ്ടുപോകാം. അതെ, ഡെയിലി ക്വസ്റ്റ്യൻസ് എത്തി. ഈ നമ്പർ ഓഫ് സബ്ജക്ട് പെർ ഡേ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വോളിയം ഓഫ് കണ്ടന്റ് ഒരു ദിവസത്തെ തീർക്കായിരുന്നു? ഞാൻ ഒരു സബ്ജക്ട് ഒരു ഡേ എന്നുള്ള രീതിയിൽ എടുക്കില്ല. എപ്പോഴും ഒരു 2-3 സബ്ജക്ട്സ് എന്തായാലും ഒരു ദിവസം വെക്കുമായിരുന്നു. അതുതന്നെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഒരു 2-3 ഡേയ്സ് കൊണ്ട് ഒരു സബ്ജക്ട് തീർക്കുന്ന പോലെ മെഡിസിൻ സർജറി അല്ലാതെ ബാക്കിയെല്ലാം ഏകദേശം ആ ഒരു റേഞ്ച്. നീറ്റിന് അപ്ലൈ ചെയ്തോ? ഇല്ല, INICET ബേസ് ചെയ്ത് തന്നെ പോകുന്നതാണ്. അപ്പോൾ ഈ നല്ല റാങ്കിലേക്ക് എത്തുക, ഇപ്പോൾ 1000 ബിലോ ആയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു റാങ്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിപ്പറേഷൻ ജേണിയിൽ നമുക്കൊരു പ്രീ റിക്വസിറ്റ്സ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം? അതായത് ഇപ്പം കോച്ചിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ചില ആളുകൾ പറയാറുണ്ട് അക്കാഡമിക്കലി എത്ര സ്ട്രോങ് ആവണം, ആളെത്ര ബ്രില്യൻ്റ് ആവണം എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് തോന്നിയത്? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് വേണം, ഇരിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്, അത് മാത്രം മതി. പ്രീ റിക്വസിറ്റ്സ് ആയിട്ട് ഇരിക്കാനുള്ള മൈൻഡ് സെറ്റ് മാത്രം മതി. MBBS പാസ്സാവും വേണ്ടേ? ജസ്റ്റ് പാസ്സായാൽ മതി. ഞാൻ അങ്ങനെയായിരുന്നു, ജസ്റ്റ് തട്ടിക്കൂട്ടി പാസ്സായി അങ്ങനെയൊക്കെ വന്നു. പെർസെന്റേജ് മാർക്ക് പറഞ്ഞാൽ വലിയ കിട്ടുമോ? ഒരു 80 ഒക്കെ ഉണ്ടാവുമോ? തട്ടിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ 80% ഒക്കെ പറയാം. 64% ആണ് MBBS സ്കോർ വാങ്ങിച്ചിരുന്നത്. MBBS വലിയ ബാക്ക് നോളജ് വേണം തോന്നുന്നില്ല അല്ലേ? MBBS ടൈമിൽ വേണ്ട. ഈ സമയത്ത് ഈ ഒരു ഇരിക്കുന്ന ഫേസിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അത്ര ഇൻവെസ്റ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. ആ സമയത്ത് നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രീ റിക്വസിറ്റ്സ് പറഞ്ഞു, ജസ്റ്റ് MBBS പാസ്സായാൽ മതി, നന്നായി ഇരിക്കാനുള്ള ഒരു മെന്റാലിറ്റി വേണം.
പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ വേണം? പഠിക്കുന്ന സമയത്ത് കൺസിസ്റ്റൻസി വേണം. എല്ലാ ദിവസവും ഇരിക്കാനുള്ളൊരു മൈൻഡ് വേണം. ചില ദിവസങ്ങളിൽ വളരെ ആങ്സൈറ്റി അടിച്ച് ഡസ്പായി അത്രയും ഡാർക്കായി പോകുന്ന ദിവസങ്ങളുണ്ട്. പക്ഷെ എന്നാലും വീണ്ടും പുഷ് ചെയ്ത് അടുത്ത ദിവസം വീണ്ടും വന്നിരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് ഏറ്റവും എങ്ങനെയാണ് അത് കീപ്പ് ചെയ്യാൻ ഉണ്ടായ ഒരു കാര്യം? റാങ്കിനെ കുറിച്ച് കണ്ടിട്ടാണോ, ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണം എന്ന് മൈൻഡ് കണ്ടതുകൊണ്ടാണോ, എങ്ങനെയാണ് അത് കീപ്പ് ചെയ്യാൻ പറ്റിയത്? അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാന്നുള്ള ഒരു ആഗ്രഹം ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ട്. അതൊരു ഗോളായിട്ട് മുന്നിലുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഈ ഇരിക്കുന്ന ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ വളരെ ഒരു ബാഡ് ഫേസ് ആണ് ശരിക്കും പറഞ്ഞാൽ. മിക്കവാറും ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഞാനും വർക്ക് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, കൂടെ ഉള്ളവരൊക്കെ എവിടെയെങ്കിലും എത്തി എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ ശരിക്കും ഇതിന്റെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യുക. എങ്ങനെയെങ്കിലും ഒരു നല്ല കോളേജിൽ എത്തണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു ഫേസിന്റെ പുറത്ത് എത്തണം എന്നുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ സ്ട്രോങ് ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് തന്നെ മതി. ഓക്കെ, മാത്രം മതി. GT എഴുതുന്നതിന്റെ ഫ്രീക്വൻസീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിലാണ് കൂടുതലും പോയിട്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ GTs കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം പിന്നെ വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ തന്നെ എഴുതുമായിരുന്നു. ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഞാൻ ഒരു വൺസ് ഇൻ 5 days അല്ലെങ്കിൽ വൺസ് ഇൻ 6 days അങ്ങനെ കുറച്ചുകൂടെ ജസ്റ്റ് ഒന്ന് ചെയ്യാറുണ്ടായിരുന്നു. എത്ര സ്കോറൊക്കെ വന്നിരുന്നു? ആ സ്കോറിന്റെ പ്രോഗ്രഷൻ പറയുകയാണെങ്കിൽ സ്കോർ സ്റ്റാർട്ടിങ്ങിൽ വളരെ മോശമായിരുന്നു. 70 അങ്ങനെ എന്തൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവസാനം ഞാൻ NSET GTs തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കഴിഞ്ഞ നീറ്റിന് ശേഷം പിന്നെ ഞാൻ INISET GTs മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 146 ആയിരുന്നു എൻ്റെ മാക്സിമം കറക്റ്റ് വന്നിരുന്നത്. പക്ഷെ എക്സാമിന് ലാസ്റ്റ് ഞാൻ എഴുതിയ GTയിൽ 126 ആയിരുന്നു. ഭയങ്കര പാനിക് ആവുന്ന ആളുകളുണ്ട്. എന്താണ് പറയേണ്ടത്? എന്താ തോന്നിയത്? ഞാനും ആദ്യം പാനിക് ആവുമായിരുന്നു. പക്ഷെ നിയാസക്കന്റെ മീറ്റിംഗ്സ് കണ്ടതിന് ശേഷം പിന്നെ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയാണ് പോകുന്നത്. ഇപ്പം തന്നെ 110, 140, 150 എത്തിയ ആളുകൾ ചില എക്സാം എഴുതുമ്പോൾ 110 അല്ലെങ്കിൽ 120 നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ എന്താ പറയാ? ഇനി 1.5 മാസത്തെ എക്സാമിന് 1.5 മാസം ഉണ്ട്. അത് മതിയോ? അത് മതി. ശരിക്കും എന്ത് വെറുതെ സമാധാനിപ്പിക്കാൻ പറയുന്നു എന്നാണ് കുറെ പേരുടെ ചോദ്യം. നമ്മുടെ GTs തന്നെ എപ്പോഴും റിഫ്ലക്ട് ചെയ്യില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു എക്സാമിനും GTസിന്റെ അതേ സ്കോർ തന്നെ വന്നിട്ടില്ല. മിക്കവാറും ടൈമിലും ബെറ്റർ ആയിട്ട് തന്നെ ഒറിജിനൽ എക്സാമിന് വന്നിട്ടുള്ളൂ. പിന്നെ അത് ആ ഇരിക്കുന്ന ടൈമില് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പൊ എക്സാം ടൈമിൽ നമ്മൾ എന്തായാലും കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും, കുറച്ചുകൂടെ അഡ്രിനലിൻ റഷ് ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഡെഫിനറ്റ്ലി ബെറ്റർ ആയിട്ട് തന്നെ ആയിരിക്കും വരിക. നമ്മളിപ്പോൾ ഇന്റർവ്യൂ നോക്കുന്ന സമയമാണ് ജൂലൈ ഫസ്റ്റ് വീക്ക്, ജസ്റ്റ് സെക്കൻഡ് വീക്കിലേക്ക് കടന്നു എന്ന് പറയാം. ഈ സമയത്തുള്ള പിള്ളേർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ, ഈ സമയത്തുള്ള ഒരു ഐഡിയൽ GT സ്കോർ എത്രയെന്ന് പറയാം? അതായത് ഈ പറഞ്ഞ ഓഗസ്റ്റ് 30 നടക്കാൻ പോകുന്ന എക്സാമിൽ നല്ല സ്കോർ കിട്ടേണ്ട ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ട ഐഡിയൽ സ്കോർ എത്ര ഈ സമയത്തേക്ക്? ഐഡിയൽ സ്കോർ എന്ന് പറഞ്ഞൊരു സ്കോർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എത്ര സ്കോർ ആണോ നല്ല സ്കോർ? എന്നാലും ഒരു 130+ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു പിക്കപ്പ് ചെയ്ത് നല്ല രീതിക്ക് എടുക്കാൻ പറ്റും. 120 ആണെങ്കിലും 120 ആണെങ്കിലും നമ്മൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ച് ഡെഫിനറ്റ്ലി പറ്റും. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന നീറ്റിന് 30,000 ആയിരുന്നു റാങ്ക്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ 1.5 മാസം ബ്രേക്ക് എടുത്തു. ഞാൻ വിചാരിച്ചാൽ അതിനെന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. പിന്നെ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞ് നവംബറിന് ഇരുന്നപ്പോൾ 2 months കഷ്ടിച്ച് 2 മാസമാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ആ ഒരു റേഞ്ചിൽ തന്നെ എനിക്ക് 4,000 ആയിരുന്നു കഴിഞ്ഞ നവംബർ INISETന് കിട്ടിയത്. അപ്പൊ അത്ര ഒരു വ്യത്യാസം നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, എത്രത്തോളം ഇരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ചെറിയൊരു ഗ്യാപ്പിൽ എൻ്റെ 30,000 4,000 എത്താൻ പറ്റി. പിന്നെ അതിന്റെ ശേഷം ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് അല്ലേ? 3 മാസം ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൺസിസ്റ്റൻസി എന്നുള്ള പേരാണ് ഇപ്പൊ കൂടുതലായിട്ട് ഉപയോഗിച്ചത് തോന്നുന്നു. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും മനസ്സിലില്ല. പിന്നെ കംപ്ലീറ്റ്ലി ഇതിന് തന്നെ. ഞാൻ നവംബറോടെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല ബേൺ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. കാരണം 1 year ആയല്ലോ ഓൾറെഡി. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ബ്രേക്ക് എടുക്കാന്നുള്ള രീതിയിൽ എടുത്തു. എനിക്കിപ്പോ തോന്നുന്നു ആ ബ്രേക്ക് എടുത്തത് വളരെ നന്നായി തോന്നുന്നുണ്ട്. കാരണം അതുകൊണ്ട് ഞാൻ റിലാക്സ്ഡ് ആയി. ഇപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന റീസെൻ്റ്ലി ഉള്ള മെയ് INCT കഴിഞ്ഞിട്ട് ചെറിയ ബ്രേക്ക് വന്ന ആളുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ഏപ്രിലിലേക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ചെറിയ ബ്രേക്ക് വന്ന ആളുകളുണ്ട്. അപ്പോൾ ഇനിയുള്ള 2 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ടുള്ള എക്സാമിന് വേണ്ടി അവർ അതിനെക്കുറിച്ചൊക്കെ ടെൻസ്ഡാണ്. അതത്ര പ്രാധാന്യം ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മളൊരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടാണ് ഏറ്റവും. വൺസ് ട്രാക്കിലേക്ക് കയറുക എന്നുള്ള സാധനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പോണൻഷ്യൽ ആയിട്ട് നമ്മൾ സ്കോർ ഇൻക്രീസ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അതെ, കൊണ്ടുപോകാൻ പറ്റും. ഡെയിലി എല്ലാ ടോപ്പിക്കും ഉള്ള കസ്റ്റം മൊഡ്യൂൾ ഒരു 100 questions ചെയ്താൽ തന്നെ ഞാൻ അതായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഓക്കെ. അപ്പൊ എല്ലാ ഏരിയയിലേക്കും ഒരു റിവിഷൻ പോലെ, അല്ലെങ്കിൽ എപ്പോഴും എല്ലാ ദിവസവും ഒരു ടച്ച് ഉണ്ടാവും. എല്ലാ ദിവസവും ഒരു 100ന്റെ ടോട്ടലുള്ള കസ്റ്റം മൊഡ്യൂൾ ചെയ്യുമ്പോൾ ബാക്കി 350 ബാക്കി 250 questions പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടന്റുകൾ ചെയ്യുന്നത്. ഒരു അപ്രോക്സിമേറ്റ് ഐഡിയൽ എന്നല്ല പറയുന്നത്, നിങ്ങൾ
ഫോളോ എക്സാമിൻ്റെ ഒരു 1 month മുന്നേ ഒക്കെ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു ഡെയിലി റുട്ടീൻ പറയുകയാണെങ്കിൽ എങ്ങനെ? എൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ ഫുൾ ഷെഡ്യൂൾ ഉണ്ടാക്കും. എക്സാം വരെയുള്ള ഷെഡ്യൂൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ഒരു സൈക്കിൾ തീർക്കണം, അത് ഇത്ര ദിവസത്തിനുള്ളിൽ അടുത്ത സൈക്കിൾ തീർക്കണം, ആ രീതിയിൽ. അപ്പോൾ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഒരു 10 day സൈക്കിൾ ലാസ്റ്റിലേക്ക് വെച്ചു. പിന്നെ അതിന് തൊട്ട് മുന്നേ ഒരു 15-16 day സൈക്കിൾ വെച്ചു. അങ്ങനെ ആ ഒരു രീതിയിലാണ് പോയത്. ഈ സബ്ജക്റ്റ് ഒക്കെ 10 days കൊണ്ട് തീർക്കാന്ന് പറയുമ്പോൾ എപ്പോഴും കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടായി. എങ്ങനെയാണ് അത് തീർക്കല്? 90 സബ്ജക്റ്റ് ബുക്കില്ലേ? കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാലും നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് അവസാനം ഒരു വിധത്തിൽ തീർക്കാൻ പറ്റും. ഈ ടോപ്പ് റാങ്ക് വാങ്ങിക്കാനുള്ള കണ്ടന്റുകൾ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യണം? ബാറ്റിയുടെ മെറ്റീരിയൽസ് തന്നെയാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്തത്. പിന്നെ മാരോയുടെ ക്വസ്റ്റ്യൻ ബാങ്കും. വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ NSET ഫോക്കസ് ചെയ്തുകൊണ്ട് റിഫ്ലെക്സ് ആപ്പ് കൂടി ഞാൻ 2011 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വേണ്ടിയിട്ട് ആ സാധനം യൂസ് ചെയ്തു. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അല്ലേ? അപ്പോൾ ഒരാള് ഇപ്പോൾ അവരെ നീറ്റിന് ടോപ്പ് സ്കോർ ചെയ്യാൻ പോകേണ്ട ഒരാൾ ഇപ്പം നിങ്ങളെ റൂംമേറ്റോ അല്ലെങ്കിൽ ബാച്ച്മേറ്റോ എന്ന് ചോദിക്കുക, അവരോട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് കൊടുക്കും? നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മെറ്റീരിയൽസ് അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി. അതിന് എക്സ്ട്രാ ആയിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റ സോഴ്സ് മതി. അതായത് ആദ്യം വായിക്കുമ്പോൾ നമുക്ക് അതിലത്ര കണ്ടന്റ് തോന്നില്ല. റിപ്പീറ്റഡ്ലി വായിക്കുന്നതിനനുസരിച്ച് ആ ഒരു കണ്ടന്റ് ഉപയോഗിച്ച് നമുക്ക് പല മാജിക് കാണിക്കാൻ പറ്റും. മേ ബി ഗസ് ചെയ്ത് റൂൾ ഔട്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് അല്ലേ? പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ലൈവ് ഫേസ് ടു ഫേസ് അതിലൊക്കെ എന്തെങ്കിലും ഫേസ് ഫേസ് എനിക്ക് തോന്നുന്നു അറ്റൻഡ് ചെയ്തിട്ടില്ല. ഫേസ് ഫേസ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. ലൈവിൽ തന്നെ എല്ലാ കണ്ടന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ നോട്ടിൽ എത്ര കണ്ടന്റ് തീർത്തിട്ടുണ്ടാവും, എത്ര പെർസെൻറ്റേജ് അതിനെ കുറിച്ച് അറിയലുണ്ടാവും ലൈവ് ക്ലാസ്സിലെ? തന്നെ ഒരു 70-75 ഒക്കെ കറക്റ്റ് അറിയലുണ്ടാവുള്ളൂ. 75 അറിഞ്ഞിട്ടും ഓൾ ഇന്ത്യ റാങ്ക് ബിലോ 1000 എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം മനസ്സിലാക്കേണ്ടത് അതാണ്. നിങ്ങൾ പ്രിപ്പറേഷൻ 1.5 മാസം പോകുമ്പോഴേക്ക് അതിനുള്ളിലുള്ള എല്ലാ കണ്ടന്റും മനസ്സിലായിക്കൊള്ളുന്നില്ല. അതിങ്ങനെ പ്രോഗ്രസീവ്ലി എവരി റൗണ്ട് കഴിയുന്നതിനനുസരിച്ച് പോളിഷ്ഡ് ആൻഡ് ഇംപ്രൂവ്ഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ് അല്ലേ? ചെയ്തിരിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള രൂപത്തിൽ എന്തെങ്കിലും? GT തുടങ്ങിയത് തന്നെ വളരെ ലേറ്റായി, അത് ആദ്യത്തെ മിസ്റ്റേക്ക്. പിന്നെ GTs റിവ്യൂ ചെയ്യാൻ ഞാൻ ഒരുപാട് ടൈം എടുക്കാറുണ്ടായിരുന്നു. അതും ഒരു അനാവശ്യമായിട്ടുള്ള ടൈം ആയിട്ട് എനിക്ക് തോന്നുന്നു. എത്ര സമയം എടുക്കായിരുന്നു? എത്രയാണ് ഐഡിയൽ ആയിട്ട് നല്ലത്? എനിക്ക് തോന്നുന്നു ഒരു 3 hours GT ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 hours കൊണ്ട് നമുക്ക് അത്യാവശ്യം റിവൈസ് ചെയ്തെടുക്കാം. ഞാൻ പക്ഷെ അത് പല ദിവസങ്ങളിലായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടായിരുന്നു ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണ്ടതല്ലേ? കാരണം നമ്മൾ നോട്ട് റീഡ് ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ അതിൽ വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ ടോപ്പ് റാങ്കിലേക്ക് പുഷ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ആയ തിങ്സ് മേ ബി എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. എന്തൊക്കെയാണ്? ഒരു എല്ലാ ടോപ്പിക്സും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ചെറിയ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 20th നോട്ട്ബുക്ക് എന്ന് പറയാൻ പറ്റില്ലായിരിക്കും, പക്ഷെ വളരെ വോളറ്റൈൽ ആയിട്ടുള്ള പോയിന്റുകൾ അതിൽ എഴുതി വെക്കും. അത് മാത്രം എഴുതി വെച്ചിട്ടുള്ള ഒരു 200 പേജിന്റെ ഒരു ബുക്ക്. എല്ലാ സബ്ജക്റ്റും 200 പേജിന്റെ ബുക്ക് ഉണ്ടോ? അല്ല, എല്ലാ സബ്ജക്റ്റിനും കൂടി ഒരു 200 പേജിന്റെ ഒരു ബുക്ക് ഉണ്ട്. ഓക്കെ, അത്ര തന്നെയാണ്. അത് നമ്മൾ ഇടക്കിടക്ക് മറിച്ച് നോക്കാൻ വേണ്ടിയിട്ടില്ല അറിയുന്ന കാര്യങ്ങൾ. അത് ഒരുപാട് തവണ റിവൈസ് ചെയ്ത് ഞാനതിൽ കൺഫ്യൂഷൻ ആവുന്ന കാര്യങ്ങൾ നമ്മൾ മെയിൻ നോട്ടിൽ നിന്ന് ഒരു സബ് നോട്ട് ഉണ്ടാക്കി അത് മാത്രം വായിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ എന്താ അഭിപ്രായം? എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെ മെയിൻ നോട്ടിനെ സ്ഥിരം വായിക്കാനുണ്ട്. അതിന് പുറമെ 20th നോട്ട് ബുക്ക് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സസ് റീഡ് ചെയ്യാനുള്ള വോളറ്റൈൽ കാര്യങ്ങൾ ഒന്ന് റീചെക്ക് ചെയ്യാനുള്ള ഒരു നോട്ടായിട്ട് നമ്മൾ കണ്ടാൽ മതി എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം, ചില ആളുകൾ ഈ എക്സ്ട്രാ നോട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ മെയിൻ നോട്ടിനെ പിന്നെ ഒരു സബ് നോട്ടാക്കി എഴുതിയെടുത്ത് അത് ഫോളോ ചെയ്ത് പോകാറുണ്ട്. അങ്ങനെയല്ല, നമ്മളെ മെയിൻ നോട്ട് എപ്പോഴും പോകണം. ഈ മെയിൻ നോട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ചെയ്ത് നമ്മൾ ഉള്ളിലിട്ട് എടുക്കേണ്ട സംഭവമാണ് അല്ലേ? അതിലെ തന്നെ എനിക്ക് തോന്നുന്നു എക്സാം ആവാൻ പോകുമ്പോഴേക്ക് നിങ്ങൾ ഫുൾ 100% വായിച്ചിട്ടുണ്ടാവും. ബട്ട് അതിലൊരു 80% ഒക്കെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് തന്നെ മനസ്സിലാക്കേണ്ടത് വേറൊരു കണ്ടന്റ് ഇനി ആഡ് ചെയ്യാനില്ല. മാർക്ക് ഇംപ്രൂവ്മെന്റിന് വേണ്ടി വേറെ കണ്ടന്റ് അല്ല ആഡ് ചെയ്യേണ്ടത്, നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്ന ബുക്കാണെന്നല്ലേ. എപ്പോഴും മറന്നു പോകുന്ന ടോപ്പിക്സ് ആ രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരുപാട് തവണ റിപ്പീറ്റ് വന്നിട്ടുള്ള PYQs, ആ രീതിയിലുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കായിരുന്നു അത്. എക്സാമിന്റെ തലേന്നും ഈ ഒരു ബുക്ക് മാത്രം ഞാൻ വായിച്ചിട്ടുള്ളൂ. ഓക്കെ, സൈക്യാട്രി ആദ്യമുള്ള ചോയ്സ് ആണോ? അതെ, സൈക്യാട്രി മാത്രമായിരുന്നു എൻ്റെ. മാത്രമായിരുന്നു. വീട്ടുകാരെന്ത് പറഞ്ഞു? ഞാൻ പണ്ട് സൈക്യാട്രി ആയിരുന്നു ചൂസ് ചെയ്ത്, എമർജൻസി മെഡിസിൻ്റെ മുന്നേ സൈക്യാട്രി ചൂസ് ചെയ്ത്. പക്ഷേ വീട്ടുകാർ പറഞ്ഞു നിങ്ങൾക്ക് ആൾറെഡി കുറച്ച് വട്ടുണ്ട്, കുറച്ച് കൂടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേ ബി പാരൻസ് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടിങ് ഏതാണോ താല്പര്യം അതെടുത്തോളാം. സൈക്യാട്രി ഇൻട്രസ്റ്റ് ആവാനുള്ള കാര്യം? ഇൻട്രസ്റ്റ് ആവാനെന്ന് പറഞ്ഞാൽ എനിക്ക് ടോപ്പിക്, ആ സബ്ജക്ട് ഇഷ്ടമാണ്, കുറച്ച് ക്യൂരിയസ് ആണ് എന്തൊക്കെയാണ് മനസ്സിൽ നടക്കേണ്ടതെന്നുള്ളത്. പിന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് ഡിപ്രസീവ് എപ്പിസോഡ്സും കുറച്ച് ആങ്സൈറ്റി ഒക്കെ. അപ്പം അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും തോന്നിയിട്ടുണ്ട്. വളരെ റിലേറ്റബിൾ ആയിട്ടും ഫീൽ ചെയ്യും. അപ്പോൾ അതിനിപ്പോൾ നിംഹാൻസ് അല്ലെങ്കിൽ ഡൽഹി എയിംസിലാണ് നിങ്ങൾ
ചൂസ് ചെയ്യാൻ പോകുന്നത്. നിമാൻസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. മേ ബി ഹയർ ഓപ്ഷനിൽ ഡൽഹിയിലേക്ക് പോകും. ഫ്യൂച്ചർ പ്ലാനിലുണ്ടാവും MD കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുള്ള പ്ലാനൊക്കെ ഉണ്ടോ? ഉറപ്പിച്ചിട്ടില്ല. ചൈൽഡ് സൈക്കാട്രി ഇഷ്ടമാണ്, പിന്നെ അബ്രോഡ് നോക്കാം എന്നുള്ള ഒരു ആലോചനയിലാണ്. അപ്പോൾ നിങ്ങൾ പ്ലാനൊക്കെ അതേപോലെ തന്നെ ഉഷാറായി നടക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഒരു ഫൈനൽ വേർഡ്, നീറ്റ് പ്രിപ്പയർ ചെയ്യുക 1.5 മാസം കഴിഞ്ഞ് നീറ്റ് പോകാൻ പോകുന്ന ആളോട് ഒരു 2 മിനിറ്റിൽ ചുരുക്കി എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കും? നമ്മളെ തന്നെ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളിൽ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ എത്ര സ്ട്രോങ് ആണ് നമ്മുടെ ഗോൾ എന്നുള്ളതും. ഞാൻ എങ്ങനെയെങ്കിലും ശരിക്കും പറഞ്ഞാൽ 1000-നുള്ളിൽ ഒരു റാങ്ക് എങ്ങനെയെങ്കിലും വരണമെന്നുള്ളൊരു ആഗ്രഹം അത്ര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരുപാട് നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത്, ഞാൻ ഓൾറെഡി അവിടെ എത്തി, അവിടെ ആ ഒരു ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത്, ഒരു സൈക്കാട്രിസ്റ്റ് ആയിട്ട് എങ്ങനെയായിരിക്കും ഞാൻ ഉണ്ട് എന്നുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം, ആ ഒരു ഗോളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ വർക്ക് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്തതും. അതേ സമയത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന രീതിയും കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളിനി കൂടുതലൊന്നും ആഡപ്പ് ചെയ്യേണ്ട ആവശ്യമോ കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ സാധനം വെച്ചിട്ട് തന്നെ, അതേ സോഴ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ മാക്സിമം റീഡ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക, GT ചെയ്യുക, അത് റിവ്യൂ ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്ത് മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ട്, മാക്സിമം ഇൻവെസ്റ്റഡ് ആയിട്ട്, ഒബ്സസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല റാങ്ക് കിട്ടും. ഓക്കെ, ഉഷാറായി കിട്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.